വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നിവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കാർത്തികിനെ നിങ്ങൾ ഓരോരുത്തർക്കും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. കാർത്തിക് നമ്മുടെ പൊതുവായ ഇല്ലത്തെ മരുമകൻ, അതായത് കവിയപ്പിള്ളിമന ശ്രീ ദാമോദരൻ നമ്പൂതിരിയുടെയും ശ്രീകുമാരിയുടെയും മകൻ. ഇപ്പോൾ ചെന്നൈയിൽ മദ്രാസ് സാൻസ്ക്രിറ്റ് കോളേജിൽ മധ്യ ശിരോമണി കോഴ്സിന്, അതായത് BA തുല്യമായ കോഴ്സിന് 3ാം വർഷ വിദ്യാർത്ഥിയാണ്. വേദാന്തമാണ് മുഖ്യ വിഷയം. നമ്മളിവിടെ ആദരിക്കുന്നത് രാഷ്ട്രീയ സംസ്കൃത സംസ്ഥാൻ എല്ലാ വർഷവും നടത്തുന്ന വേദാന്ത ശലാക പരീക്ഷയിൽ തുടർച്ചയായിട്ട് 2 വർഷം ദേശീയ തലത്തിൽ 1ാം സ്ഥാനത്തിന് കാർത്തികൻ അർഹനായി. വേദാന്ത ശലാക പരീക്ഷ എന്നാണ് ഒരു ഗ്രന്ഥം, അതായത് ശാസ്ത്രഗ്രന്ഥം നിർദ്ദേശിക്കും. അതിൻ്റെ നിർദ്ദിഷ്ട ഭാഗത്തു നിന്ന് പണ്ഡിത ശ്രേഷ്ഠന്മാർ ചോദിക്കുന്ന, ദേശീയ തലത്തിലുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അനുസരിച്ചാണ് വിജയം നിർണ്ണയിക്കുന്നത്. പുസ്തകത്തെ പറ്റിയുള്ള പൂർണ്ണമായ അറിവ് പരിശോധകർ പരീക്ഷിക്കും. വീണ്ടും 2015 ഫെബ്രുവരിയിൽ 3ാം തവണയും തമിഴ്നാട് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് അലഹബാദിൽ പങ്കെടുക്കുന്നുമുണ്ട്. ഈ മികവുകളെ, അതായത് യുവ സംസ്കൃത പണ്ഡിതൻ എന്ന മികവിനെ പരിഗണിച്ചാണ് കാർത്തികിനെ നമ്മളിവിടെ ആദരിക്കുന്നത്. കാർത്തികിന് ഉത്തരോത്തരം വളർച്ച ഈ രംഗത്ത് ഉണ്ടാവട്ടെ എന്നും, അതായത് നമ്മുടെ കുടുംബ പരദേവതയുടെ അനുഗ്രഹം എന്നെന്നും ഉണ്ടാവട്ടെ എന്നും കുടുംബ സംഗമത്തിൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു. കാർത്തികിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാർത്തിക് 2 വാക്ക് നമ്മളോട് സംസാരിക്കും. अद्यापि मातुलेन आत्मीयमस्ति संस्कृते भाषणीयमिति, अतः संस्कृते किञ्चित् यावत् भाष्यते यावत् स्फुरणम्. अत्र ममापि आश्चर्यं जातं, उन्नेटन् तैः उक्तरीत्या ममापि महत् आश्चर्यं जातं यत् एतादृशं किञ्चित् मत्कृतेपि आयोजितमस्ति इति श्रुत्वा यः ज्ञातं परन्तु किञ्चित् आश्चर्यं तु आसीत्. महान् सन्तोषस्थानुभूयते. इदं तु न प्रतीक्षितमासीत्. किञ्चित् सन्तोषोपि अस्ति यत् नाम प्रायः अस्माकं नाम केरळसम्प्रदाये, अस्मत्सम्प्रदाये नाम तर्कशास्त्रं, मीमांसा, वेदान्तः इत्यादि शास्त्रेषु सम्प्रदायः समीचीनायका परम्परा अनुवर्तमाना आसीत् बहुषु वर्षेषु. परन्तु इदानीन्तनकाले तु बहु क्षीणा दृश्यते एतादृशक्षेत्रेषु. यद्यपि ज्योतिषशास्त्रम् एवं तन्त्रमित्यादिषु यद्यपि प्रगल्भाः बहवः वर्तन्ते, तथापि एतादृशशास्त्रेषु वेदान्तादिषु किञ्चित् न्यूनता दृश्यते. इदं किञ्चित् परिहर्तुं मया शक्तम् इत्यस्मिन् विषये मया तुष्टिः महती अनुभूयते इति एतावदुक्त्वा विरमामि. धन्यवादः. കാർത്തിക് ഇവിടെ ഈ ആദരണം കിട്ടിയതിൽ വളരെ സന്തുഷ്ടനാണെന്നും ഒട്ടും പ്രതീക്ഷിച്ച ഒരു ആദരവല്ല എന്നുമാണ് പറഞ്ഞത്. കൂടാതെ വേദാന്ത ശാസ്ത്രം പോലുള്ള ശാസ്ത്രങ്ങളിൽ ഗഹനമായ ഇവിടെ വളരെയേറെ സുഖിതരല്ലാത്ത 4 പേരെ ആദരിക്കുന്നതിന് ആണ് അടുത്ത സമയം വിനിയോഗിക്കുന്നത്. നേരത്തെ ഭദ്രേട്ട സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൊതുവായ കുടുംബത്തിലെ ചൊവ്വര മരുമക്കളാണ് ഈ കുടുംബത്തിൻ്റെ ശ്രേയസ് എന്ന് നമ്മൾ പുസ്തകത്തിൽ സൂചിപ്പിച്ചിരുന്നതും ഈ കുടുംബത്തിലെല്ലാവരും വിശ്വസിക്കുന്നുള്ളതായും ഭദ്രേട്ടനും അത് വ്യക്തമായി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ചൊവ്വര മരുമക്കൾ ഒരു താവഴി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അതിന് തന്നെ സമാനമായിട്ട് കടുത്തേടത്ത് കൊടുത്തിരുന്ന ഒരു സിറ്റസിമ ഉണ്ടായിരുന്നു. ആ സിറ്റസിമയുടെ മക്കൾ 2 പേര് ഇവിടുത്തെ മരുമക്കളായിരുന്നു. അവരെ ഇവിടെ കുടുംബത്തിൽ ഇന്നത്തെ കാലത്ത് നാരായണേട്ടനും ദാസേട്ടനൊക്കെ ഉള്ളത്, കൃഷ്ണേട്ടനും കുഞ്ഞിനേട്ടനും കുട്ടനൊക്കെ ഉള്ളത് പോലെ തന്നെ അവർ ഈ കുടുംബത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിരുന്ന ആരെയൊക്കെയായിരുന്നു കറുത്തെടുത്ത 2 മരുമക്കൾ. ആ കറുത്തെടുത്ത മരുമക്കൾ നാരായണേട്ടൻ്റെ മക്കൾ 2 പേരും ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. തെക്കേപ്പാട്ട് സാവിത്രി ഒപ്പോളും മാടമ്പ് ആര്യോപ്പോളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഞാൻ ഈ കുടുംബയോഗത്തിൻ്റെ പേരിൽ പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ്, സന്തോഷം അറിയിക്കുകയാണ്. പഴയ തലമുറയുള്ള ബന്ധം ഇപ്പോഴും ഗാഠമായി സൂക്ഷിച്ചുകൊണ്ട് കറുത്ത താവഴിയിലൂടെ എത്തിച്ചേർന്ന് അവർ 2 പേരെയും വളരെ സന്തോഷവും സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ തെക്കേപ്പാട് സാവിത്രി ഒപ്പോളെയും മാടമ്പ ആര്യോപ്പോളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവരെ പൊന്നാടി നിൽക്കുന്നതിനായി ഇന്ദുവിനെയും ഭവാനിയെയും ക്ഷണിക്കുന്നു.
ഇന്ദുവിനെയും ഭവാനിയെയും മക്കളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത ചിറ്റസുമയ്ക്ക് സഹോദരനായിട്ടൊരു അപ്പനോട് ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം വെളിയിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ താഴ്വഴിയും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഇവിടെ ഉണ്ടായിരുന്നില്ല. ചാലക്കുടി പടുതോളി മരുമക്കളായിട്ടുള്ള ആ താഴ്വഴിയിലൂടെ ആരും ഇല്ലാണ്ടായി പോയി. പിന്നെ ചൊവ്വഴ മരുമക്കൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്നുള്ളതാണ് ഉണ്ടായത്. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് ഒപ്പിളുമാരെ ക്ഷണിക്കുന്നു. സന്തോഷം, വളരെ സന്തോഷം. ഇവിടുത്തെ ശ്രീദേവി, ദേവിയെത്തി, സാവുത്തിയെത്തി ഇവരെല്ലാവരുമായിട്ട് നാരായണൻ കളിച്ചു നടന്ന ആ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. കുളത്തിൽ കുളിക്കലും അങ്ങനത്തെ എല്ലാ പണ്ടത്തെ ആ കുസൃത്തരങ്ങളും എല്ലാം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. എല്ലാ ബഹുമാന കാരണവന്മാരോടും ഇവിടെ വന്ന സന്നിഹിതരായ എല്ലാവരോടും നമസ്കാരം. എനിക്ക് ആദ്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഇപ്പം എല്ലാ കാരണവന്മാരോടും ഇതായിട്ട് എന്താ പറയുക, നമസ്കാരം. അവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിയത്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ അനുഗ്രഹം എന്താ പറയുക, പറയാനും അറിയില്ല. അനുഗ്രഹം കൊണ്ടാണ് ഇതുവരെ എത്തിയത്. എല്ലാവർക്കും എൻ്റെ അനുഗ്രഹം തരുന്നു. സദസ്സിന് നമസ്കാരം. ഞാൻ മാടമ്പ് ശ്യാമളൻ, കറുത്തേടത്തുനിന്ന് നാരായണ നമ്പൂരിപ്പാടിൻ്റെ ഇളയ മകളെ വിളിച്ചിരിക്കുന്നു. എനിക്ക് തോട്ടറ പൊതുവായ കുടുംബമായിട്ട് പണ്ട് മുതലേ ബന്ധമുണ്ട്. എൻ്റെ അമ്മാത്ത് വെൺമണിയാണ്. അപ്പോൾ തോട്ടറ പുതുവായ 2 പേര് എൻ്റെ മുത്തശ്ശൻ്റെ മരുമക്കളായിട്ടുണ്ടായിരുന്നു, നാരായണേട്ടനും പരമേശ്വരേട്ടനും. അപ്പോൾ അവരെ പണ്ട് പോലെയൊക്കെ അറിയാം. പിന്നെ നാരായണേട്ടൻ്റെ മകള് എൻ്റെ അമ്മാമിയായി. അമ്മാവൻ സുമതി അമ്മാവിയെ വെളിവെച്ചു. എൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ അമ്മാവൻ്റെ കൂടെ പോയി. അപ്പോൾ എൻ്റെ ഒരു 2ാമത്തെ അമ്മയായിട്ടാണ് സുമതി അമ്മാവി ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ബന്ധം പണ്ടേ തോട്ടർ പുതുവായിട്ട് എനിക്കുണ്ട്. അതിനുശേഷമാണ് കറുത്തേടത്ത് വന്ന് 1976 ആര്യയെ വെളിയിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യയുടെ അച്ഛൻ, പൊതുവായ മരുമകൻ, അദ്ദേഹത്തിന് അമ്മാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെയധികം വാചാലനാവുന്ന ഒരാളായിരുന്നു. അമ്മാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് തീരില്ല. അപ്പോൾ പണ്ടത്തെ കഥകളൊക്കെ പറയാറുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ മകനായ വാസുദേവൻ നമ്പൂരിപ്പാട്, അദ്ദേഹം ആദ്യകാലത്തൊക്കെ തിരുവനന്തപുരത്തായിരുന്നുകൊണ്ട് എനിക്ക് വലിയ ബന്ധമുണ്ടായിരുന്നില്ല. റിട്ടയർ ചെയ്ത് അദ്ദേഹം മുളക്കുളത്ത് നിന്ന് താമസമായതിനു ശേഷം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു അദ്ദേഹം. എന്ത് കാര്യത്തിനും ഉപദേശം ചോദിക്കാനുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അച്ഛൻ്റെ അമ്മാത്ത്, സ്വന്തം ഏലംകുളത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മാത്ത്, സ്വന്തം അമ്മാത്ത് പോലെ തന്നെ പ്രിയപ്പെട്ടതായിരുന്നു തോട്ടർ പുതുവായി. അപ്പോൾ ഇവിടെ വന്ന് ശക്തിയാവിൽ നാരായണേട്ടനും ഒക്കെ കൂടി കളിച്ചു നടന്ന കാലങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫാദറിനിലോ ഏത് രീതിയിലാണ് എന്നെ തോട്ടർ പുതുവായ കുടുംബത്തിനെ പരിചയപ്പെടുത്തിയത്, അത് അദ്ദേഹത്തിൻ്റെ കാലശേഷവും ആ കുടുംബമായിട്ടുള്ള ബന്ധം അതേ തരത്തിൽ തുടർന്നു കൊണ്ടുപോകാൻ ഞാൻ കഴിയുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പലരെ അറിയാം, അറിയാത്ത ചില മുഖങ്ങളുണ്ടാകാം ഇവിടെ, എന്നാലും അധിക പേരെ ഞാൻ അറിയുന്നവരാണ്. ഇനിയും ആ ബന്ധം വളരെ ദൃഢമായിട്ട് ഗാഠമായിട്ട് പോകട്ടെ എന്ന് വിചാരിക്കുന്നു. ഇത് കൂടാതെ ഇവിടെ എനിക്കൊരു അമ്മാവനും കൂടി ഉണ്ട്. എൻ്റെ അമ്മയുടെ അനിയനായിട്ടുള്ള ആളാണ് ശക്തിയാവിലെ നാരായണേട്ടൻ. അവണപ്പറമ്പ്, എൻ്റെ അമ്മ അവണപ്പറമ്പിലെ മരുമകളാണ്. നാരായണേട്ടൻ എൻ്റെ അമ്മാവൻ്റെ സ്ഥാനത്തുള്ള ആളാണ്. അങ്ങനെ കുടുംബമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഇങ്ങനൊരു കുടുംബയോഗത്തിൽ സംബന്ധിക്കാനിടയായതിന് വളരെ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് കുടുംബയോഗങ്ങൾ ഉണ്ടാവട്ടെ. ഇനിയും ബന്ധുക്കൾ തമ്മിലുള്ള ഈ ബന്ധം ഇനിയും സുദൃഢമാവട്ടെ. കാരണം ബന്ധപ്പെട്ടാലേ ബന്ധുക്കളാവുള്ളൂ. അപ്പോൾ ബന്ധപ്പെടുന്നത് അത്യാവശ്യമാണ്. ഇനി ഒരുപാട് കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സംഗതി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി ശ്യാമളേട്ട, വളരെ സന്തോഷം. അത്തമാരുടെ ബന്ധത്തിനെ ഇത്ര തീവ്രമായി പരിപാലിക്കുന്ന ശ്യാമളേട്ടനെ ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. വളരെയധികം സന്തോഷം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 വ്യക്തികളെ കൂടി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.
ചൊവ്വര മരുമക്കൾ 4 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. 4 പേരിൽ 3 പേർക്കും 3 സഹോദരിമാരും ഉണ്ടായിരുന്നു. 3 സഹോദരിമാർ തിരുത്തുമലേക്കും വെൺമണിക്കും വെടിയൂർക്കും കൊടുത്തിട്ടുള്ള സഹോദരിമാരാണ്. ഇത് ദൗർഭാഗ്യവശാൽ വെടിയൂരുണ്ടായിരുന്ന ഏട്ടൻ അധികം പ്രായമാവുന്നതിന് മുമ്പ് അന്തരിക്കുകയാണ് ഉണ്ടായത്. വെൺമണിയിലെ മക്കളാരും ഉണ്ടായിരുന്നില്ല. തിരുത്തുമലേട്ടൻ്റെ തിരുത്തമല സിറ്റിസമ്മയുടെ, അതായത് ഇവിടുത്തെ മുത്തശ്ശൻ്റെ സഹോദരിയാണ് തിരുത്തമല സിറ്റിസമ്മ. തിരുത്തമല സിറ്റിസമ്മയുടെ മരുമകൻ നാരായണേട്ടൻ, കുഞ്ചിനേട്ടൻ, ഇവർ രണ്ടുപേരും ഇവിടെ നേരത്തെ തന്നെ ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മാവന്മാരുടെ എല്ലാ കാര്യങ്ങൾക്കും സ്വാധീനം ചെലുത്തിയിരുന്നതാണ്. തിരുത്തമല നാരായണേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയധികം അമ്മാത്ത എന്ന വികാരത്തിൽ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് അമ്മാത്ത എന്നുള്ള വികാരം വരുന്നത്. അമ്മാത്തത്തിലെ ഏതൊരു ചെറിയ കുട്ടി എന്നാലും അദ്ദേഹത്തിന് വികാരം കൊണ്ടങ്ങനെ തുള്ളിച്ചാടുമായിരുന്നു. അവസാന കാലം വരെ അദ്ദേഹം അത്രയായിരുന്നു. അദ്ദേഹം ഈ യോഗത്തിലുണ്ടായിരുന്നുവെങ്കിൽ എത്ര സന്തോഷകരമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ ആ ബന്ധം തീർച്ചയായും തുടർന്നും സൂക്ഷിക്കും. തിരുത്തമല നാരായണേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ഒപ്പമുള്ള കാര്യം പറയാതിരിക്കാനാവില്ല. കാരണം നേരത്തെ ശ്യാമളേട്ടൻ പറഞ്ഞ പോലെ തന്നെ തിരുത്തമല നാരായണേട്ടൻ്റെ ബന്ധം അതേപോലെ സൂക്ഷിച്ചതാണ് തിരുത്തമല ഒപ്പോളും. രണ്ടുപേർക്കും ഇവിടെ അമ്മാത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാത്താണോ ഒപ്പോളുടെ അമ്മാത്താണോ എന്നൊന്നും അവർക്ക് വ്യത്യാസമൊന്നും ഇല്ലായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതാണെങ്കിലും 5-ാം ദിവസം താമസിക്കുക. വയ്യാതിരിക്കുന്ന കാലം വരെ ഒരു പൂരകാലത്ത് വരികയായിരുന്നു. മാളികയിൽ 5-ാം ദിവസം താമസിക്കും. ആ നാരായണേട്ടൻ്റെയും ഓപ്പളുടെയും സ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങൾ ഈ കുടുംബയോഗത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അവരുടെ മക്കളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ പൊൽപ്പാക്കര സുശീലോപ്പളെ ഈ വേദിയിലേക്ക് മക്കളെ റെപ്രസെൻ്റ് ചെയ്ത് എത്തിച്ചേരാൻ സാധനം ചെയ്യുന്നു. നാരായണ മക്കളുടെ രണ്ടുപേരെയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ക്ഷണിക്കുന്നു. ബീനോപ്പളെ ആദരിക്കുന്നതിനായിട്ട് കൃപയെ ക്ഷണിക്കുന്നു. പ്രകാശേട്ടൻ പൊതുവെ ഞങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടായിരുന്നില്ല. നാട്ടിലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പരിചയമില്ല. പക്ഷെ ബീനോപ്പളെ ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. ബീനോപ്പളെ 2 വാക്കുള്ള അതിലധികം ഇഷ്ടംപോലെ പറയും. കാരണം ബീനോപ്പളെ LIC ഏജന്റ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ പറയും. ആദ്യം ഞാൻ പ്രകാശേട്ടനെ ക്ഷണിക്കുന്നു. ഞങ്ങൾക്ക് അച്ഛനമ്മത്തെന്ന് പറഞ്ഞാൽ സ്വതവേ വരവ് കുറവാണെങ്കിലും അച്ഛനും അമ്മയും പറഞ്ഞിട്ടുള്ള ആ ബന്ധങ്ങളും അറിവുകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. വളരെ കുറവാണ് ഞങ്ങൾ വരാറുള്ളത് ഈ ഭാഗത്തേക്ക്. പറ്റുന്നതുകൊണ്ടല്ല, വളരെ അടുത്താണെങ്കിലും അച്ഛൻ എപ്പോഴും വരും. അച്ഛനമ്മത്തേക്ക് പോവുക, അച്ഛനമ്മത്തേക്ക് പോവുക, അച്ഛൻ എപ്പോഴും വരും. കൂടുതലും അമ്മത്തേക്കാണ് പോകാറുള്ളത്. അത് അച്ഛൻ്റെ അമ്മത്തേക്ക് വരുന്ന പോലെ ഞങ്ങളുടെ അമ്മത്തേക്ക് അധികം പോകാറുണ്ടായിരുന്നത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചിറ്റമ്മ ഇവിടെ അടുത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ വരും. പിന്നെ നാരായണൻ അവിടെ വരാറുണ്ട്. നാരായണന് പരിചയമുണ്ട്. വാസുവേട്ടൻ വരാറുണ്ട്. നാരായണനെ കുറച്ച് ചെസ്സിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അതും ഇതൊക്കെ വേണ്ടാത്തതും വേണ്ടതൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെയൊക്കെയുള്ള പരിചയമുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഇവിടെ ഈ ഭാഗത്തല്ല. ഞാൻ കുറച്ച് ഒരു 20-25 കൊല്ലം 30 കൊല്ലമായിട്ട് ഞാൻ പുറത്താണ്, ബാംഗ്ലൂരാണ് സെറ്റിലായിട്ടുള്ളത്. അതുകൊണ്ട് വരവ് കുറവാണ്. പിന്നെ എല്ലാവർക്കും വളരെ സന്തോഷം. നമസ്കാരം. സംസാരിക്കുന്ന ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ അധികം എന്തായാലും പറയുന്നില്ല. എന്നെപ്പറ്റി ആദ്യം തന്നെ ഒരു മുൻവിധി തന്നില്ലേ, അതുകൊണ്ട് കൂടുതലായി ഇപ്പം ഏട്ടൻ പറഞ്ഞതുപോലെ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനൊന്നുമില്ല. അമ്മാത്ത പോലെ തന്നെയാണ് ഞങ്ങൾ. എന്ത് പറയാൻ കൂടുതൽ ഒരു കൂട്ടാനിലേക്ക് പുളി എടുക്കണം എന്നുണ്ടെങ്കിൽ പൊതുവായ പുളി ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അത്രയും, അതായത് അമ്മ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും പൊതുവായ വഴി അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഇപ്പോൾ പറഞ്ഞില്ലേ, ഏട്ടനാണോ ഏടത്തിയാണോ ഇവിടുത്തെ മരുമക്കളെന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരാണ്. അത്രയും പരിചിതമായതുകൊണ്ട് ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടായാലും. ഇപ്പോൾ ഏട്ടൻ തന്നെ ഇന്നലെ രാവിലെ 4 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് പോകുന്ന ആളാണ്. ഇവിടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഞങ്ങൾ വരുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വന്നിരിക്കണം, എങ്ങനെയായാലും ഞങ്ങളിവിടെ പ്രസൻസ് ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം വന്നതാണ്. ഇനി ഒരുപാട് കുടുംബ യോഗങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ദാസേട്ടൻ പറഞ്ഞ പോലെ
ആരോടും മുഖം കറക്കാതെ വെളുത്ത മുഖത്തോടു കൂടി കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം നടത്തുന്ന ഞങ്ങൾക്ക് കുറേ പേരെയൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ വന്നതോടുകൂടി എല്ലാവരും നല്ല പരിചയക്കാരായി. ഈ പരിചയം നിലനിർത്തണം. കൃത്യമായിട്ട് എല്ലാ കുടുംബ സംഗമത്തിനും വിളിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് അറിയിക്കുകയെങ്കിലും ചെയ്താൽ പറ്റുമെങ്കിൽ മാക്സിമം ആ ദിവസം വരാൻ ശ്രമിക്കാം. അത് മാത്രമേ പറയാമായിരുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാ അത്തമാരോട് എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ അറിയാത്തതുകൊണ്ട് എനിക്ക് ക്ഷമാപണം പറ്റിയതാണ്. ഒപ്പോഴോട് എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ സാറില്ലാതേ ഉള്ളൂ. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിനെ പൊന്നാടടിക്കുന്നതിനാണ് അപ്പുവിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ എൻ്റെ അമ്മയുടെ അമ്മ ഒരേപോലെയാണ്. അമ്മയുടെ അമ്മ പണ്ടൊക്കെ ധാരാളം വരാറുണ്ട്. അന്ന് പരമേശ്വരൻ എല്ലാ ഏട്ടന്മാരും വളരെയധികം സ്നേഹത്തോടുമാണ് ഞാൻ പെരുമാറിയിട്ടുണ്ട്. വളരെയധികം അന്നൊക്കെ വരാറുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വരാറില്ലെങ്കിലും എഴുത്ത് കിട്ടുക നിവൃത്തിയുള്ളവന്മാരും എല്ലാവരുടെയും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ അടുത്ത് മായമിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വളരെ സുഹൃത്താണ്. മായമിലെ ഒപ്പൾവാൾ രണ്ടുപേരോട് എത്തിച്ചേർന്നുണ്ട്. ശ്രീദേവപ്പോഴും ലീലോപ്പോഴും എത്തിച്ചേർന്നിട്ടുണ്ട്. രണ്ടുപേരെ ഞാൻ ഹാർദമായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അല്ല, അമ്മ തന്നെയാണ്. മുരളിയേട്ടൻ ഞങ്ങളുടെ ഏറ്റവും വളരെ മരുമകനാണ്. മുരളിയേട്ടനെ